അതിജീവിതരുടെ പോരാട്ട കഥ പറഞ്ഞ് സ്ത്രീത്വത്തിന് അസാധാരണമായ കരുത്തു പകരുകയാണ് സെന്റ് തെരേസസ് കോളേജിൽ രൂപം കൊണ്ട ഹെയർ ഫോർ ഹോപ്പ് ഇന്ത്യ. ക്യാൻസർ പോരാളികൾക്കും അതിജീവിതകർക്കുമായി ഹെയർ ഡൊണേഷൻ ക്യാമ്പുകളടക്കം നിരവധി പദ്ധതികളാണ് ഇവർ നടപ്പാക്കുന്നത്. സെന്റ് തെരേസസ് കോളേജിൽ തുടക്കമിട്ട ക്യാൻസർ രോഗികൾക്കായുള്ള ഹെയർ ഫോർ ഹോപ്പ് ഇന്ത്യ പ്രചരണത്തിന്റെ 10ാം വാർഷികം പ്രമാണിച്ച് സ്തനാർബുദം നേരത്തെ കണ്ടെത്തുന്നതിനായുള്ള ബോധവൽക്കരണ പ്രചാരണത്തിനും തുടക്കമിട്ടു. അസോസിയേഷൻ ഓഫ് സെന്റ് തെരേസസ് അലുമിനിയം ഹെൽത്ത് ക്ലബ്ബും ചേർന്ന് പ്രൊട്ടക്ട് യുവർ മാം പ്രചരണത്തിനാണ് തുടക്കമായത്. സ്തനാർബുദം കണ്ടെത്താൻ ഏറെ വൈകിയതിന്റെ പേരിൽ മാത്രം ഓരോ വർഷവും 4 ലക്ഷം പേരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. സ്തനാർബുദം നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ 98% വരെ അതിജീവന നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ തിരിച്ചറിവിലാണ് ഇതിനായുള്ള ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത്. ക്യാൻസർ മറ്റുള്ളവർക്ക് മാത്രമേ സംഭവിക്കൂ എന്നാണ് മിക്കവരുടെയും ധാരണയെന്നും സംവേദനാത്മകമായ ഒരു സെഷനിലൂടെ ഈ മിഥ്യാധാരണ തിരുത്തുക എന്നതാണ് ലക്ഷ്യമെന്നും STCയിലെ മാർക്കറ്റിംഗ് ഫാക്കൽറ്റിയും ഹെയർ ഫോർ ഹോപ്പ് ഇന്ത്യ സ്ഥാപകയുമായ പ്രേമി മാത്യു പറഞ്ഞു. So this is what I wanted to change, and it's a big day for me because it's finally happening in Cochin, a base for cancer patients to meet probably 2 or 3 months, every 2 or 3 months. And we have the leaders here. Ramlat is the one who organized the previous meet, so I'm sure she'll be doing an amazing job next time also. സ്തനാർബുദം ജീവിതത്തിന്റെ അവസാനമല്ലെന്നും അതിന് പ്രായപരിധികളൊന്നും ഇല്ലെന്നും